ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാണെങ്കിൽ ഈ 3 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല. കൈയുടെ പ്രശ്നം. എനിക്ക് എല്ലാ വീഡിയോയിലും ഇത് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസം ഒരു മെസ്സേജ് വന്നായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയാമല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഇതെന്താ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ഇടുന്ന തംബ്നെയിലാണ് കുഴപ്പം. ആ തംബ്നെയിൽ കണ്ടിട്ട് വീഡിയോ കാണാൻ കയറുന്നവർ ചിലപ്പോൾ കയറുമ്പോൾ കൺഫ്യൂഷനായി പോയി, ഇതെന്ത് ഇങ്ങനെ ഇടയ്ക്ക് മുതൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ചാനലിൽ കയറിയിട്ട് ഞാൻ ഈ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഈ 2 മാസത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ മുതൽ നിങ്ങൾ കാണണം. എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. തുടക്കം മുതൽ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ എൻ്റെ കൈയുടെ പ്രശ്നം. എനിക്ക് എല്ലാ വീഡിയോയിലും ഇത് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ കൈക്കൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോഴും ഞാനൊരു 5 ഒപ്പിട്ട് കഴിഞ്ഞാൽ 5 ഒപ്പ് 5 തരത്തിലായിപ്പോൾ. കാരണം എൻ്റെ കൈ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടില്ല, ആയതും വരുന്നില്ല. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു. അതെനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാണെങ്കിൽ ഈ 3 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നും ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പഠിച്ച ബുദ്ധിമുട്ട് അനുഭവിച്ച ആ ഒരു സമയം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. ഓക്കെ, പിന്നെ ഈ അടുത്തൊരു തമിഴ് പാട്ടാ കേട്ടോ. എപ്പോഴും പറയുന്നതിനോട്ട് കോമൽസ്വരങ്ങളൊന്നുമില്ല കേട്ടോ. പണ്ടൊരു ഒടുക്കത്തെ ചൂട്. ഞാൻ ഫാൻ ഇട്ടേക്കുക. സാറിന് നമ്മൾ ഫാൻ ഇടത്തില്ല, സൗണ്ട് ഇതാവുന്നും പറഞ്ഞിട്ട് ഫാൻ ഇടത്തില്ല. ഇന്ന് ഫാൻ ഇട്ടേക്കുക. ഭയങ്കര ചൂട്, വേർത്ത് കുളിക്കുക. അപ്പോൾ കഴിഞ്ഞ വട്ടം പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ നമുക്കല്ലാത്ത മൈക്കൊന്നുമില്ല കേട്ടോ. വയറ് വെച്ച് കുത്തുന്ന മൈക്കേ ഉള്ളൂ. ഇത് താഴെ കൂടെ എടുക്കാൻ, ഡെസ്കിൻ്റെ അടി കൂടെ എടുക്കാൻ നീളമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇത് ഭയങ്കര തൊല്ലയാണ്. അവിടെ ഇവിടെയൊക്കെ തട്ടി സൗണ്ട് ചലമ്പാവും. അപ്പോൾ ഈ പാട്ട് ഞാനൊന്ന് പാടാം. നോട്ട് ഫുള്ള് കൊടുത്തേക്കും കേട്ടോ. ഇപ്പം ഞാൻ ഫുള്ള് ഞാനിതൊരു എന്നാളും പറഞ്ഞു, ഇത് ആരെ കണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. ഒരു തമിഴ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഏത് ചാനലാണെന്ന്. ഡോക്ടർ ലാവണ്യ എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടിലുള്ളൊരു മേഡമുണ്ട്. അവരാണ് ഇതിൻ്റെ സ്വരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഞാൻ നേരെ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ബുക്കിലൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ഈ പാട്ടിനകത്തും ലാസ്റ്റ് വരി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര അതിനകത്ത് കണ്ടുള്ളൂ. ഞാൻ അവർ പഠിപ്പിക്കുന്നതായിട്ടും കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത് സിനിമയുടെ പേര് എനിക്കറിയത്തില്ല. മറ്റേ കൺമണി എന്ന് പറഞ്ഞ പാട്ട് അറിയാമല്ലോ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനകത്ത് ആ ഒരു പാട്ടുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു പാട്ടുണ്ടല്ലോ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. ഇപ്പോഴും പറയുന്നുണ്ട്, പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല ഒരു പാട്ട് അതേപോലെ ആണെന്നോ കേൾക്കുന്നതെന്ന് നോക്കുക. പെർഫെക്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ പാടിയാൽ മതി കേട്ടോ. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫുള്ള് കൊടുത്തേക്കാം. കോമൻസ് സ്വരങ്ങളില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലൈൻ കാണാതെ അറിയത്തില്ല കേട്ടോ. ഗമദ പാപ പരിഗമാഗാസാനി സാഗരി. ഇതാണ് ഫസ്റ്റ് ലൈനും. സെക്കൻഡ് ലൈനും ഇത് തന്നെയാണ്. 2 പ്രാവശ്യം വായിക്കണം. വലിയ മായ വരുന്നത് കേട്ടോ. ഫുള്ള് തുറക്കണം. ഫുള്ള് തുറക്കണം. ഗമദ ഗമ കഴിഞ്ഞിട്ട് ദാ വരുമ്പോൾ ഹൈ വരണം. ഗമദ ഗമദ ഗ അറിയാലോ. ഗ മ ഫുള്ള് തുറക്കണം. കൺമണി കൺമണി ദാ ഫുള്ളാണ്. അപ്പം ഗാമ എന്ന് പറയുമ്പോഴത്തേക്ക് ദായി കൊണ്ടുവച്ച ഈ 2 വെള്ളം ഇവിടെ കൊണ്ട് വെക്കണം. ഗമദ അല്ല, എല്ലാം കൂടെ ഒരുമിച്ച് അടയ്ക്കണം. ഗമദ 5 വെള്ളം. കൺമണി ഇങ്ങനെ വേണമെങ്കിലും വെക്കാം.
ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, അല്ലെ നോർമലായിട്ടും പാടാം. ഇത് കണ്ടോ, ഗാമത പ പ, ഈ പ എന്നുള്ള സൗണ്ട് ഇങ്ങനെ അടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഗാമത പ പ പ പ പ പ പ പ പ പ, ഗാമത പ പ പ, രി ഗ മ രി ഗ മ രി ഗ മ, ഗ സ നി ഗ സ നി സ ഗ രി, ഗ സ നി സ ഗ രി. ഗാമത പ പ പ, രി ഗ മ രി ഗ മ കഴിഞ്ഞിട്ട് ഗ ഗ, ആ മായിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് ഗ തിരിച്ചടക്കണം. ഗ ഗ ഗ, ഇതിനും കൂടെ ഞാൻ പറഞ്ഞു തന്നില്ല. ഇത് ഇങ്ങനെയും വായിക്കാം, ഇങ്ങനെയും വായിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ് അത്. ഗ സ നി സ ഗ രി സ ഗ രി. ഗ സ നി സ ഗ രി എന്നാണ് വരുന്നതെങ്കിലും ഞാൻ ഈ സായിൽ നിന്ന് ഗ എടുക്കുമ്പോൾ സ ഗ ഗ രി സ ഗ ഗ രി അങ്ങനെ വായിക്കുന്നത്. സാഗരീന്നേ ഉള്ളൂ. ഇങ്ങനെ വരുന്നത് കടിതമേ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. കടിതമേ സാഗരി. ഇങ്ങനെയാണ് പ്ലെയിൻ നോട്ട് വരുന്നത്, സാഗരി. പക്ഷെ ഞാൻ വായിക്കുമ്പോൾ സാഗ ഗരി എന്നാണ് വായിക്കുന്നത്. സാഗ ഗരി. ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സാഗരി എന്നും വായിക്കാം, സാഗ ഗരി എന്നും വായിക്കാം. ഈ ലൈൻ തന്നെ 2 പ്രാവശ്യം വായിക്കണം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ലൈൻ. സാ നി സാ ഗ രി ഗ സ, സാ നി സാ ഗ സ, സാ നി സാ ഗ രി ഗ സ, സാ നി സാ ഗ സ. ഇതാണോ, ഇങ്ങനല്ല. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതും വിരലടയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പറ്റും അല്ലേ, ഇങ്ങനല്ല. അത് ആ ഒരു ഒഴുക്കി വായിക്കണം കേട്ടോ. സാ നി സാ ഗ രി ഗ സ, സാ നി സാ ഗ സ, സാ നി സാ ഗ രി ഗ സ, സാ നി സാ ഗ സ. അതാണ് മൂന്നാമത്തെ ലൈൻ. സാ നി ഒന്നുകൂടെ വായിച്ചേപ്പിക്കാം. ഇങ്ങനെ വേണം വായിക്കാം. ഇനി അടുത്ത ലൈൻ. അടുത്ത ലൈൻ ഇച്ചിരി നീളമുണ്ട് കേട്ടോ. സാ നി സ സ ഗ രി രി ഗ, സാ നി സ സ ഗ രി രി ഗ, സ സ നി സാ ഗ സ ഗ മ. സാനി നേരത്തെ തന്നെ സാനി അത് തന്നെ. ഇങ്ങനെ വായിക്കുന്നത്. സാ നി സ സ ഗ രി രി ഗ, അതൊരു കട്ട് ചെയ്ത് വായിക്കുക. സാ നി സ സ ഗ രി, സാ നി സ സ ഗ രി രി ഗ, അത് കട്ട് ചെയ്തേക്കുക. രണ്ട് സായുണ്ട്. സാ നി സ സ ഗ രി രി ഗ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരും സസനി സസനി സാ ഗ സ. അല്ലെങ്കിൽ അത് ഒറ്റ ലൈനായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ.
അത് കഴിഞ്ഞുണ്ട് ഗാമ. എൻ്റെ പുറമിലുണ്ട്, എൻ്റെ പുറമിൽ ഗാമ എന്നൊരു ലൈൻ വരെ ഉണ്ട്. അത് ഫുള്ളായിട്ടല്ലേ നിങ്ങൾ പഠിക്കുക. സാ നി സ സ ഗ രി രി ഗ സ സ നി സാ ഗ സാ ഗ മ. സാ നി സ സ ഗ രി രി ഗ സ സ നി സാ ഗ സാ ഗ മ. പിന്നെ നമ്മൾ ഫസ്റ്റ് ലൈൻ തന്നെ പാടുന്നത്. കൺമണി അൻപോട്, അത് തന്നെ വരുന്നത്. ആ ലൈൻ തന്നെ റിപ്പീറ്റ് വരുന്നത്. ഇനി അടുത്ത ലൈൻ. ഉണ്ടാന കായമിന്നും തന്നാലെ മാറിപ്പോന മായമന്ന പൊന്മാനെ പൊന്മാനെ. ഈ ലൈൻ നല്ല നീളമുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഈ ലൈൻ വായിക്കണം. സാസാനി സാസാനി താനിരീസ നിരീസ നിരീസ നീത പാമ ഗാമ പദ പദാനി ധനിരീസ. ഒറ്റ ലൈനാട്ടോ. സാസാനി ധനിരീസ നിരീസ നീത പാമ ഗാമ പദ പദാനി ധനിരീസ. 2 പ്രാവശ്യം വായിക്കണം. ഞാൻ വായിച്ചേപ്പിക്കാം. ഹൈ പിച്ചാണ്, ലോ പിച്ചല്ല. സാ സാ നി ധ നി രി സാ നി രി സ നി ധ പ മ ഗ മ പ ധ പ ധ നി ധ നി രി സ. കട്ടില്ല കേട്ടോ. ഒറ്റ ബ്രീത്തിൽ തന്നെ അത് മൊത്തം വായിക്കേണ്ടി വരും. സാ സാ നി ധ നി രി സാ നി രി സ നി ധ പ മ ഗ മ പ ധ പ ധ നി ധ നി രി സ. ഒറ്റ ബ്രീത്തിൽ തന്നെ വായിച്ച് പഠിക്കണം. പതുക്കെ വായിച്ചാലും പഠിക്കുക. പതുക്കെ വായിച്ചതിന് ശേഷം പിന്നെ ഒറ്റ ഇതിലാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇങ്ങനെ തന്നെ വരുന്നത്. ഒറ്റ ബ്രീത്തിൽ തന്നെ വായിക്കണം കേട്ടോ. നിങ്ങളാദ്യം കട്ട് ചെയ്ത് പഠിക്കുക, പിന്നെ ഒറ്റ ബ്രീത്തിൽ വായിക്കുക. ഇനി അടുത്ത ലൈൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. ഡിസ്പ്ലേയും കൊടുക്കാം, ഇതിലും കൊടുത്തേക്കാം. പാപ്പ മാപ്പ ദാപ്പ മാപ്പ മദാപ്പ മാപ്പ മാപ്പ രീഗ രീഗ മാ. അടുത്ത ലൈൻ കേട്ടോ. എനിക്ക് ആ പാട്ട് അങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല, പക്ഷെ നോട്ടിൽ എനിക്കറിയാം. പാപ്പ മാപ്പ ദാപ്പ മാപ്പ മദാപ്പ മാപ്പ മാപ്പ രീഗ രീഗ മാ. നിങ്ങളത് കേട്ട് നോക്കും കണ്ടോ. ഇതും 2 പ്രാവശ്യം വായിക്കണം കേട്ടോ. അടുത്ത ലാസ്റ്റ് ലൈനാണ്. മനിതനുണർന്നു കൊള്ള ഇത് മനിത കാതലല്ല അതെയും താണ്ടി പുനിതമാനത്. ആ ലൈൻ. അതിന് വരുന്ന നോട്ട് ഗദദാപമാഗ ഗനിനി നീ ദദ ദാദ ദാദ നീനി ദാനി സ. ഗദദാപമാഗ ഗനിനി നീ ദദ ദാദ ദാദ നീനി ദാനി സ. ഇച്ചിരി കൺഫ്യൂഷൻ വരും, വായിച്ചേൽപ്പിക്കാം. ഇതൊന്ന് വായിക്കാം കേട്ടോ. ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഗദദാപമാ ഹൈ ആട്ടോ, ലോ അല്ല. ഗായെന്ന് ദായി പിടിക്കുമ്പോഴേക്ക് ഹൈ ആവും. ഗദദാപ അവിടെ വരെ ഹൈ വരും. ഗ ലോ പിച്ചാണ്. ദാ മുതൽ ഹൈ. പ മാഗ മായും ഗായും ലോ പിച്ചിലോട്ട് വരും. ഗദദാപ മാഗ. അടുത്ത് ഗനിനി അങ്ങനെ തന്നെ വരുന്നത്. ഗ നോർമലും നീ വരുമ്പോൾ ഹൈ വരും. ഗനിനി ഗനിനി ആ വരുമ്പം ദായിലൊന്ന് ടച്ച് ചെയ്യണം. ഗനിനി ദ ഗനിനി ദാദ. ലാസ്റ്റ് നീ വരുമ്പോൾ ഒരു ടച്ച് കൊടുത്തിട്ട് ദാദാന്ന് നടത്തണം. ഇത് നീ ആ യഥാർത്ഥത്തിൽ ലാസ്റ്റ് നീലൊന്ന് ടച്ച് ചെയ്തിട്ട് ദാദ.
നീ ദദാദ നീ ദദാദ ഗനി നി നീ നി ദാദ ഗനി നി നീ ഗനി നി നീ വീണ്ടും നീ അത് വരുന്ന കേട്ടോ ഗനി നി നീ നി ദാദ നീ ദാദ നീ ദാദ അത് ഓർത്തോണം നമ്മൾ നീന്ന് വായിച്ചിട്ട് വീണ്ടും ഒരു വട്ടം കൂടെ ടച്ച് കൊടുക്കണം നീക്ക് നീ ദാദ എന്നിട്ട് തിരിച്ചടയ്ക്കണം നീ ദാദ നീ ദാദ അങ്ങനെ വരണം മനസ്സിലാക്കണല്ലോ ഗദദദപമാഗ ഗനിനി നീ ദദാദ ദാദ ദാദ നീനി ദാനി സാ 4 ദായുണ്ട് ദാദ ദാദ നീനി 2 നീ ഉണ്ട് നീനി ദാനി സാ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലൈൻ അവർ പഠിപ്പിക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് ലൈൻ അവർ പറഞ്ഞു തരുന്നില്ല എന്തുവന്ന് അത്ര ഇതുകൊണ്ട് അവർ നിർത്തുവാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ലൈൻ ഞാൻ തന്നെ എഴുതിയതാ അഭിരാമിയെ താലാട്ടും സ്വാമിയെ നീ താനെ തെരിയുമാ അങ്ങ് ഒരു ലൈൻ ഉണ്ട് പക്ഷെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ തന്നെ ഒരെണ്ണം എഴുതി ഇത് ഫസ്റ്റ് ലൈൻ തന്നെയാണ് ഞാൻ എഴുതിയേക്കുന്നത് ഫസ്റ്റ് ലൈൻ്റെ കൂട്ട് തന്നെ എഴുതിയേക്കുന്നത് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ഞാനിത് ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ ഫസ്റ്റ് ലൈനും എൻ്റെ കുറച്ച് ഇതുകൊണ്ട് വെച്ചിട്ട് ഞാൻ തന്നെ ആ ലൈൻ ഒന്ന് എഴുതി വെച്ചാണ് നിങ്ങൾക്ക് കറക്റ്റാണെന്ന് തോന്നുന്നു എഴുതിയാൽ മതി ഇന്നത് 3 ഗ എഴുതിയിട്ടുണ്ട് അഭിരാമിയെ ഗഗഗാമദ 3 ഗ ഉണ്ട് ഗഗഗാമദ പാപ പരിഗമ ഗാസാനി സാസഗരി മറ്റത് സാഗരി എന്നായിരുന്നു ഇത് സാസഗരി അങ്ങനെ എഴുതിയേക്കുന്നത് ഇതെന്താ ഇത് ഗായാണെങ്കിൽ നമ്മൾ മായി ടച്ച് ചെയ്ത് വയ്ക്കുന്നത് ഈ ലൈൻ ഇപ്പം ഞാൻ വായിച്ച ലൈൻ 2 പ്രാവശ്യം വായിച്ചാൽ മതി അത് കറക്റ്റാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ മറ്റെത്ര ലൈൻ ഞാൻ അവർ പറഞ്ഞ നോട്ടിൽ നിന്ന് എഴുതിയെടുത്തതാണ് ഈ ലാസ്റ്റ് ലൈൻ മാത്രം ഞാനൊന്ന് അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ട് ലാസ്റ്റ് ലൈൻ പഠിച്ചില്ലെങ്കിൽ ഒരു ഇതില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് അതൊന്ന് എഴുതി നോക്കിയത് അത്ര കറക്റ്റ് ആവത്തില്ല എനിക്ക് അത് മതി അപ്പം നിങ്ങൾ സാവധാനം എഴുതുന്ന പഠിക്കുക കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫുള്ള് കൊടുക്കും സ്ക്രീനിലും ഫുള്ളും കൊടുത്തേക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അയക്കുക കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അത് ഈ പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ ചാനലിൽ പോയിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിനകത്ത് കൊണ്ടിടുന്നത് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലൈനകത്ത് ഒരു ഒന്നെങ്കിൽ ചിലപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ലെറ്റർ വിട്ടു പോയതായിരിക്കും കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരും ഞാൻ പിന്നെ നോക്കിയതുമില്ല മൊത്തം ഉണ്ടെന്ന് വിചാരിച്ച് ഞാനും വരും അങ്ങനെ ഒരു അതിനകത്ത് മിസ്സായിപ്പോയി അങ്ങനെ കഴിഞ്ഞ വീഡിയോ ഇട്ടതിനകത്ത് ഒരാളെന്ന് പറഞ്ഞാൽ ഒരു മിസ്സാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇന്നാണ് മെസ്സേജ് കണ്ടത് അങ്ങനെ ഞാൻ വീണ്ടും എഴുതി വെച്ചു അപ്പോൾ എൻ്റെ നിന്ന് മിസ്റ്റേക്ക് വരാം അപ്പോൾ നിങ്ങൾ നോക്കൂ കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി അതിനുള്ള മറുപടി ഞാൻ കമൻറ്റ് കൂടെ തരാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും